2026 PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യാനുള്ള ഒരു വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്ലാനാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ മുന്നിലുള്ള പരീക്ഷകളെ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളതും ഇപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതുമായ കുറേ പോസ്റ്റുകളുണ്ട്. 7ാം ക്ലാസ് യോഗ്യതയിലുള്ള കമ്പനി ബോർഡ് LGS ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. 10th യോഗ്യതയിൽ VFA, APEO, BEVCO, LDC മുതലായ തസ്തികകൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. +2 യോഗ്യതയിൽ CPEO, CEO, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇങ്ങനെയുള്ള തസ്തികകളിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ ഡിഗ്രി യോഗ്യതയിലാണെങ്കിൽ SI ഉണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, KIT അസിസ്റ്റന്റ്, SBCID ഇങ്ങനെ നിരവധി തസ്തികകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേത് ആണോ അല്ലെങ്കിൽ ഏതൊക്കെയാണോ നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ള തീരുമാനം എടുക്കുക. ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൽ തന്നെ പഠിക്കുക എന്നുള്ളതാണ് നല്ലത്. പിന്നെ മറ്റുള്ള പരീക്ഷകൾ അടുക്കുന്ന അവസരത്തിൽ അതിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഏരിയകളൊന്നും നോക്കിയാൽ മതി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ, അതേപോലെ മറ്റുള്ള പരീക്ഷകൾ നേടാൻ കോൺഫിഡൻസ് തീരെ ഇല്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും LGS കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉത്തരത്തിലുള്ളത് എടുക്കാൻ നോക്കിയിട്ട് കക്ഷത്തിലുള്ളത് പോയി എന്ന് സങ്കടപ്പെടാതെ നമുക്ക് നോക്കാമല്ലോ. ഫോഴ്സ് തസ്തികകളെ ലക്ഷ്യം വെക്കുന്നവരാണെങ്കിൽ തൽക്കാലം CPO നോക്കാം, പിന്നെ കിട്ടിയിട്ട് SI നോക്കാം എന്ന് കരുതാതെ ഡിഗ്രി ലെവൽ, +2 ലെവൽ ഫോഴ്സ് തസ്തികകൾക്കായിട്ട് ഒരുമിച്ച് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ജനറൽ PSC പോലെ 36 വയസ്സ് വരെയുള്ള അധികം ശ്രമങ്ങളൊന്നും എന്തിനില്ല, ഈ പറയുന്ന +2 ലെവൽ ഫോഴ്സ് തസ്തികകൾക്കില്ല, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ ഫോഴ്സ് തസ്തികകൾക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 10th ലെവൽ പരീക്ഷകൾ മാത്രം നോക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ LGS കൂടെ മനസ്സിൽ കാണുക. എന്നിട്ട് ബേസ് ലെവൽ കാര്യങ്ങൾ കൂടെ ആ സമയത്ത് ഒന്ന് പഠിച്ചാൽ മതി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ പഠിക്കേണ്ടി വരുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് പോരും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിലബസിനെ കൃത്യമായിട്ട് അറിയുക എന്നുള്ളതാണ്. ഏതാണോ നിങ്ങളുടെ ലക്ഷ്യം വെക്കുന്നത് ആ പരീക്ഷയുടെ നിലവിലെ സിലബസ് അടിസ്ഥാനമാക്കി നല്ല ഡെപ്തിൽ പഠിക്കുക. എല്ലാം കൂടെ ഒരുമിച്ച് നോക്കുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹോളിസ്റ്റിക് സിലബസ്. ആ സിലബസ് പ്രകാരം പഠിക്കുക. ആ ഒരു ഹോളിസ്റ്റിക് സിലബസ് ലഭിക്കാൻ നിങ്ങൾക്ക് റാങ്ക് മേക്കർ PSC ടിപ്സ് എന്ന ടെലഗ്രാം ചാനലിൽ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ എൻട്രി ആപ്പിന്റെ ടെലഗ്രാം ചാനലിൽ സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ആ ഒരു ഹോളിസ്റ്റിക് സിലബസിന്റെ PDF കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. നാലാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ആവശ്യമായിട്ടുള്ള പഠന സാമഗ്രികൾ, അതായത് നിങ്ങൾ എന്തൊക്കെയാണോ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് അത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ക്ലാസ് അല്ലെ. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വെറും 999 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് എൻട്രിയുടെ എല്ലാ ലെവൽ ക്ലാസ്സുകളും, അതായത് 10th, 12th, ഡിഗ്രി ലെവൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ഓഫറിൽ ലഭിക്കും. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് എൻ്റെ ഗൈഡൻസിൽ മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓഫർ നിരക്കിൽ ഗോൾഡ് ബാച്ചും ഇപ്പോൾ ലഭ്യമാണ്. അതേപോലെ തന്നെ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ, PSC ബുള്ളറ്റിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിൽ പ്രസിദ്ധീകരണം ഇത് നിർബന്ധമായിട്ട് നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളത് പ്രധാന കാര്യമാണ്. അതേപോലെ പുതിയതും തൊട്ട് മുൻപത്തേതുമായിട്ടുള്ള SCERT, NCERT ബുക്കുകൾ, പിന്നെ OMR ഷീറ്റ്, അതായത് OMR ഷീറ്റ് അടങ്ങിയ ബുക്ക്ലെറ്റ് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി വെക്കുക, പരീക്ഷകൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഷോർട്ട് നോട്ട്സ് എഴുതാനുള്ള നോട്ട് ബുക്സ്, ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങൾ എഴുതി വെക്കാനുള്ള ചാർട്ടുകൾ, പിന്നെ സ്വാഭാവികമായിട്ട് ഓൺലൈൻ പഠനം ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണും ഇന്റർനെറ്റ് സൗകര്യം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ്, നമുക്ക് ആ ഒരു പഠന മുറി അല്ലെങ്കിൽ ഒരു പഠന ഏരിയ ക്രമീകരിക്കുക. അവിടെ നിങ്ങളുടെ സിലബസിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലക്ഷ്യം കൃത്യമായിട്ട് എഴുതി വെക്കുക. അതോടൊപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ടൈം ബൗണ്ട് ചെയ്ത് എഴുതി വെക്കുക. ഈ ലക്ഷ്യവും ആഗ്രഹങ്ങളും ഒരുമിച്ച് ചേർന്ന് നമ്മളെ മുന്നിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഈ ലക്ഷ്യം നേടാനുള്ള ഒരു അഭിനിവേശം കൂടി വരിക. ഈ ഒരു ലക്ഷ്യം നേടിയില്ലെങ്കിൽ ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നഷ്ടപ്പെടുമെന്ന് നമ്മുടെ മനസ്സിനെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പഠനത്തിനായി ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ആറാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ദൃഢനിശ്ചയത്തോടു കൂടി നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്ഥിരോത്സാഹത്തോടെയുള്ള കഠിന പ്രയത്നമാണ്. പിന്നെ അവിടെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ലോജിക്കൽ ഗസ് നടത്തി ശീലിക്കണം. ടൈം മാനേജ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് മേക്കിംഗ്, അതായത് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ തയ്യാറാക്കി ശീലിക്കണം. എക്സാം ഹാൾ ടിപ്സ് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സമ്മർദ്ദം അതിജീവിക്കാനും നമ്മുടെ സ്പീഡ് കൂട്ടാനും അക്യുറസി കൂട്ടാനുള്ള കുറേ സ്മാർട്ട് വർക്കുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ക്ഷമയോടെ സഹനശക്തിയോടെയുള്ള മുന്നോട്ട് പോക്കാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വേണ്ടത്. ഇനി അവസാനത്തെ ഘട്ടമാണ്. 2026 നവംബറോടെ VFAയുടെ റിസൾട്ടുകൾ വന്നു തുടങ്ങും. 2027 ജനുവരിയിൽ കമ്പനി ബോർഡ് LGS റാങ്ക് ലിസ്റ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡിന്റെ കാറ്റഗറി 2 റാങ്ക് ലിസ്റ്റും വരും. മാർച്ചിൽ കമ്പനി ബോർഡിന്റെ കാറ്റഗറി 1 റിസൾട്ട് വരും. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും മാർച്ചിൽ തന്നെ റാങ്ക് ലിസ്റ്റ് വരും. ഫോഴ്സ് തസ്തികകൾ വാർഷിക റിക്രൂട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ കുറെ കൂടെ വേഗത്തിൽ നടക്കും. അങ്ങനെ 2027 മാർച്ചിലെ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പിൽ നമ്മളൊരു പൊളി അങ്ങോട്ട് പൊളിക്കും. ഇപ്പോൾ നിങ്ങൾ ഓരോ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഇന്റർവ്യൂ വീഡിയോയിൽ പോയിട്ട് എന്തിനാ ഒരാൾക്ക് ഇത്രയും അഡ്വൈസ് മെമ്മോ ഒന്ന് സ്വീകരിച്ച് ബാക്കി ഡിലീഷൻ കൊടുത്തൂടെ എന്നൊക്കെ ചോദിക്കുന്ന നിങ്ങൾക്കും
നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ കമന്റ് ബോക്സിൽ അതേ ഗതി വരട്ടെ എന്ന് ശപിക്കുകയാണ് ഞാൻ. 2026 എന്ന ഒരൊറ്റ വർഷം കൊണ്ട് പഠനം പൂർത്തീകരിച്ച് മികച്ച റാങ്കും ജോലിയും കരസ്ഥമാക്കി ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കും കഠിന പ്രയത്നത്തിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ. 2026 എന്ന ഒരൊറ്റ വർഷം ഇതിനായി കഷ്ടപ്പെട്ടാൽ 2027 മുതൽ പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള വഴി നമുക്കൊരുക്കാം. അപ്പോൾ ധൈര്യമായി ഇറങ്ങി തിരിച്ചോളൂ. ഞാനും ഹെൻറിയും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്.